സുഹൃത്തും സഖാവും സഹപ്രവർത്തകനുമായ ബാബു മലയിലിൻ്റെ സ്മരണ ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സർ ഡി ഡേവിസ്, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട UP പോൾസൺ താണിക്കൽ, ശ്രീരാഗുണ്ണി, ഗിരീഷ്, പ്രകാശ് ബാബു, അജിത, PD പൗലോസ്, രമേശേട്ടൻ, നമ്മുടെ ഗണേശേട്ടൻ, ചാക്കുടി, പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ബാബു, പ്രേമേന്ദ്രൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട പ്രിയനന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ, സന്ധ്യ ഉൾപ്പെടെയുള്ള ബാബുവിൻ്റെ കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ദീർഘനേരം വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലാകില്ല നമ്മളാരും. ബാബുവിനെ സ്മരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ഇരിക്കുന്ന ആളുകളിൽ ആരും ആലോചിച്ചിട്ടും ഉണ്ടാകില്ല. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബാബു ഒരു പക്ഷേ നമ്മുടെ എല്ലാം ഇടയിൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെയും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും ഇനി നടന്നു തീർക്കാനുള്ള വഴികളിലൂടെയുള്ള യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപിരിഞ്ഞതിൻ്റെ ഞെട്ടൽ മാറാത്ത അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ വലയമാണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും. ബാബുവുമായി നേരത്തെ ഡേവിസ് ചേട്ടൻ പറഞ്ഞതുപോലെ ദീർഘമായൊരു കാലത്തിൻ്റെ ആത്മബന്ധമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും. വളരെ ശുഭിതമായ കൗമാര യൗവനകാലത്തെ ആത്മബന്ധമാണ് അത്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായി വരുന്ന കാലം മുതൽ ബാബു കേവലം ഒരു സഹപ്രവർത്തകനും സഖാവും മാത്രമല്ല, അതിനേക്കാളപ്പുറത്തൊരു ആത്മബന്ധം രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ അതുമൊക്കെയായി കൂടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഇന്ന് തുടരുന്നത് പോലെ ഏറ്റവും കൃത്യമായ നിലപാടുകളോടെ ആരുടെ മുമ്പിലും മുഖം നോക്കി അത് പറയാൻ മടിയില്ലാത്ത വിധം ഉശിരാർന്ന വിധത്തിലുള്ള സമരങ്ങൾക്കും പോരാട്ടങ്ങളുടെയും നേതൃത്വ നിലയിലുണ്ടായിരുന്നയാളാണ് ബാബു മലയിൽ. അന്ന് ആരംഭിച്ച സൗഹൃദം യാത്ര പറയും വരെ ഏറ്റവും നല്ല വിധത്തിൽ കടുത്ത ആത്മബന്ധത്തോട് തന്നെ തുടരാൻ കഴിഞ്ഞിട്ടുള്ളൊരാൾ എന്ന നിലയിലാണ് ഈ യോഗത്തിൽ ആദ്യമായി സംസാരിക്കാൻ ശ്രമിക്കുന്നത്. കേവലം വിദ്യാർത്ഥി നേതാവും രാഷ്ട്രീയ പ്രവർത്തകനും മാത്രമായി അവതരിച്ചയാളല്ല ബാബു. ബാബുവിലെ ഒരു കലാകാരൻ, കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ, ഏറ്റവും ചെറിയ കാലം മുതൽ സന്നിവേശിക്കപ്പെട്ടതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഗുണഫലങ്ങളും കൗമാരം മുതൽ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യാനായ ഒരു പ്രതിഭയായിരുന്നു ബാബു മലയിൽ. നേരത്തെ ഡേവിസ് ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ചുറ്റുമുള്ള കടുത്ത ദാരിദ്ര്യത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും ആ ഇല്ലായ്മകളൊന്നും സമ്പന്നമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളെയോ സൗഹൃദങ്ങളെയോ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഒരു ലുബ്ധും ബാബുവിനുണ്ടാക്കിയിട്ടില്ല. സമരമുഖങ്ങളിലൊക്കെ ഏറ്റവും തീപാറുന്ന വ്യക്തിത്വമായിരുന്നു ബാബുവിൽ നിന്ന് ഞങ്ങൾ കണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ ഇടതുപക്ഷ സമരത്തിൻ്റെ ഏറ്റവും സമുന്നതനായിരുന്ന നേതാവായിരുന്നു ഇപ്പോൾ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന സർ UP ജോസഫ്. ഞങ്ങളൊക്കെ വളരെ ജൂനിയറായ വിദ്യാർത്ഥി നേതാക്കളായിരുന്നു. ഞാൻ PD പൗലോസിനോട് പറഞ്ഞു, ബാബു എനിക്ക് കേവലം ഒരു ക്ലാസ്മേറ്റോ കോളേജ് മേറ്റോ മാത്രമായിരുന്നില്ല, ഒരു ജയിൽ മേറ്റ് കൂടിയായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമരമുഖങ്ങളിൽ ക്രൂരമായ മർദ്ദനമേറ്റ ആശുപത്രി കിടക്കുമ്പോൾ ബാബു ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്സിൻ്റെയും CJMൻ്റെയും ഒക്കെ കോടതികളിൽ പലതവണ ജയിൽവാസത്തിന് വിധേയമാകാൻ വേണ്ടി പോയപ്പോഴും ഇഴപിരിയാത്ത വിധത്തിലുള്ള ആത്മബന്ധത്തോടെ ബാബു ഉണ്ടായിരുന്നു. ഒപ്പമുള്ള ചിലർക്കൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞ് ജാമ്യം അനുവദിക്കപ്പെടാത്തതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളുണ്ടായാലും ബാബുവിനത് ഒരിക്കലും ഉണ്ടാകില്ല. ജയിലും ബാബുവിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു.
ഞങ്ങൾ തമാശയ്ക്ക് ഞാനും ഭഗത് സിംഗും ഒക്കെ ബാബുവിനോട് ചോദിക്കാറുണ്ട്, ഇന്ന് എത്രയാളെ കുപ്പിയിൽ വീഴ്ത്തി ജയിലിനകത്ത് എന്ന്. ബാബു ജയിലിനകത്തും നല്ല രാഷ്ട്രീയം പറയും, പാട്ടുപാടും അവരുടെ കൂട്ടത്തിൽ, നല്ല സൗഹൃദബന്ധം ഉണ്ടാക്കും. പലപ്പോഴും ജയിലിൽ നിന്ന് സെല്ലുകളിലേക്ക് നടന്നു പോയിട്ട് അവിടെ നിന്ന് ലഭിച്ച് ഉണ്ടയൊക്കെ ആയിട്ട് തിരിച്ചു വരും. രാവിലെ പലരും ബാക്കി വെച്ച് ഉണ്ടയൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് അത് വിതരണം ചെയ്യുന്നൊരു ബാബുവുണ്ട്. മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ ബാബുവിനെ കുറിച്ച് പറഞ്ഞാലുണ്ടാകും. ഞാനതിലേക്ക് കടക്കുന്നില്ല. അത് നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന വിധത്തിൽ അത് മാറുകയും ചെയ്യും. ഇപ്പോൾ ഒരു കൊമ്പ് വയറ്റോടുകൂടി ബാബുവിൻ്റെ ഈ സ്മരണ ആരംഭിക്കുമ്പോൾ ബാബുവിനെ എത്ര പേരുകളിൽ വിശേഷിപ്പിക്കാൻ പറ്റും എന്ന് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു നാടൻ പാട്ടുകാരൻ എന്ന നിലയിൽ, ഒരു കൊമ്പുവാദകൻ എന്ന നിലയിൽ, നാടക സംവിധായകൻ എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ, ഗവേഷകൻ എന്ന നിലയിൽ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള മത്സരങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വേർതിരിവുകളോ പക്ഷഭേദങ്ങളോ ഇല്ലാതെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന നിലയിൽ ബാബു ഇങ്ങനെ പല രൂപങ്ങളിൽ പല തലങ്ങളിൽ ഒഴുകി ഒരു കാലം പിന്നിട്ടുണ്ട്. ഒരേ പ്രായക്കാരാണ് ഞങ്ങൾ, ഒരേ കാലത്ത് ജീവിച്ചവരാണ് ഞങ്ങൾ. നേരത്തെ രവിസേട്ടൻ പറഞ്ഞതുപോലെ രവിസേട്ടൻ ഞങ്ങളുടെ ചെയർമാനായിരുന്നു ആ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്. ഞങ്ങൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് മാത്രമല്ല, കോളേജിനകത്ത് ചുമരെഴുത്തും ബോർഡെഴുത്തുമൊക്കെയായി 2 സംഘടനകളെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ ചില തെറ്റലുകളും വേദനകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവസാനം വന്ന് 4th ഗ്രൂപ്പിൻ്റെ ക്ലാസ് മുറിക്ക് മുമ്പിലൊന്ന് നിരന്ന് കിടക്കുന്ന ഒരു ഓർമ്മയുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും. പലപ്പോഴും വീട്ടിൽ പോകില്ല, പാർട്ടി ഓഫീസിൽ പോകില്ല, ഹോസ്റ്റലിലൊക്കെ കിടക്കാനുള്ള പായയും കട്ടിലുമൊക്കെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് പോകില്ല, നീണ്ടു നിവർന്ന് കിടക്കും. ചിലപ്പോൾ രാവിലെ വൃത്തിയാക്കാൻ വരുന്ന ചേച്ചിമാർ തട്ടി വിളിക്കുമ്പോഴായിരിക്കും എഴുന്നേറ്റ് കുളിക്കാൻ പോകുക. അത്രയാവോളം തർക്കങ്ങളും രാഷ്ട്രീയവും ഒക്കെയായി കൂടിയ ഒരു ബാബു ഞങ്ങളെല്ലാം ഓർമ്മയിലുണ്ട്. 2016 ഞാൻ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ചെല്ലുന്ന നിമിഷം മുതൽ കേവലം തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടും പോലെ ആയിരിക്കില്ല ബാബു ഏറ്റവും അടുത്തൊരു സഹോദരനെ പോലെ, ഏറ്റവും ഉയർന്നൊരു നേതാവിനെ പോലെ, എവിടെയെല്ലാമാണ് കുറവുകളുണ്ടാവുക അവിടെയെല്ലാം ബാബു തൻ്റേതായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അതിനെ സമ്പന്നമാക്കാനുള്ള ശ്രമം നടത്തും. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മാടക്കത്തറ പഞ്ചായത്തുകാരോടൊപ്പം ഓരോ സ്വീകരണ കേന്ദ്രത്തിലും കൊട്ടുമായി ബാബു വരുമ്പോൾ ഓരോ കേന്ദ്രത്തിലും ഇറങ്ങി സത്യത്തിൽ ഞാൻ ബാബുവിനെ ചീത്ത പറയും. സന്ധ്യക്കറിയാം, വിരൽ ചിലത് ആംബ്യൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ തുടർച്ചയായി ഒരു മേളവും എടുത്ത് നടക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോലും ദീർഘമായി നടക്കാൻ ബാബുവിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാൽവിരലുകളുടെ നഷ്ടത്തെക്കാൾ കൂടുതൽ തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഉയിര് സംരക്ഷിക്കാനുള്ള കൊടിക്കൂറയുടെ ചോപ്പിലായിരിക്കും പലപ്പോഴും ബാബുവിൻ്റെ ശ്രദ്ധയുണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ ഇനിയും പറ്റാത്തൊരു കണ്ണീരോർമ്മയാണ് ബാബു മലയിൽ എന്ന മുഴുവൻ പേരിൽ വിളിക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റാത്ത, ഒരു സ്മാരകവും ആവശ്യമില്ലാതെ സുഹൃത്തുക്കളുടെ എല്ലാം മനസ്സിൽ ദീർഘമായ സ്മാരകങ്ങൾ ചെറിയ ജീവിതത്തിൻ്റെ കാലത്തിനിടയിൽ കെട്ടിവെച്ച് പോയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, പ്രിയപ്പെട്ട സഖാവ് ബാബുവിൻ്റെ ഓർമ്മകളെ അനശ്വരമാക്കാൻ ഇത്ര പെട്ടെന്ന് ഒരു സ്മരണ സംഘടിപ്പിച്ച് അതിൽ വെച്ച് തന്നെ ഒരു അവാർഡ് രാമണ്ണേട്ടൻ ചെയർമാനായിട്ടുള്ള വളരെ പ്രഗത്ഭരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘാടക സമിതിയെ വെച്ചുകൊണ്ട് നിശ്ചയിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടികളിലൊന്നായി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബാബു മലയിൽ എന്ന നിസ്സവർഗത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും രാഷ്ട്രീയ പ്രവർത്തനമാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയും ആ സാംസ്കാരിക പ്രവർത്തനത്തിൽ മനുഷ്യന് കാണേണ്ട ചില ഇടങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ഏറ്റവും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനെ തൻ്റെ കഴിവുകൊണ്ട് മറികടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു പ്രതിഭയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യ അവാർഡ് ബാബു മലയിൽ സർഗമുദ്ര എന്ന പേരിൽ നൽകുന്ന അവാർഡ് ജയശ്രീ നാട്ടൂരിന് സമ്മാനിക്കാൻ തീരുമാനിച്ചത് തന്നെ ഏറ്റവും ഉചിതമായ ഒരു കാര്യമായി. ജയശ്രീയെ പോലെ നമുക്കിടയിൽ ജീവിക്കുന്ന അത്തരമൊരു പ്രതിഭയായിട്ടുള്ള ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചതിലൂടെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അംഗീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടത് ജയശ്രീ അല്ല, ജയശ്രീക്ക് ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ട അവാർഡ് സമിതിയാണ് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് എന്ന് ഇവിടെ കൂടി രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകാതെ ഒരിക്കലും ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്ന് മാറാൻ പറ്റാത്ത ബാബുവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയും ബാബു ഒരു കാലത്തും
നമ്മുടെ ഓർമ്മ മങ്ങാത്ത വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രക്തനക്ഷത്രമായി നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി സ്മരണയുടെ പ്രകാശനമാണ്, കവർ പ്രകാശനം. ബാബു നാട്ടുകലയുടെ ഉപാസകൻ എന്ന സ്മരണയുടെ കവർ പ്രകാശനം നിർവഹിക്കുന്നത് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് UP ജോസഫാണ്. അദ്ദേഹത്തെയും സ്മരണയുടെ കവർ സ്വീകരിക്കുന്നതിന് വേണ്ടി K ഗിരീഷ് കുമാറിനെയും വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ